സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മ്യൂസിക് ഇൻ വേദിക് പീരിയഡ്. ഇതിൽ വരുന്നൊരു ഭാഗമാണ് ഉദാത്ത, അനുദാത്ത. ഉദാത്ത എന്നാൽ എന്താണ്? ഉദാത്ത എന്ന് പറയുന്നത് ഹൈ നോട്ട്സ് അല്ലെങ്കിൽ താൽ. ഇനി അടുത്തതാണ് അനുദാത്ത. അനുദാത്ത എന്ന് വെച്ചാൽ ലോ നോട്ട്സ് അല്ലെങ്കിൽ മന്ത്രം. ഇനി ഇതിൻ്റെ ഒപ്പം വരുന്ന ഒരു ഭാഗമാണ് സ്വരിത. സ്വരിത എന്ന് വെച്ചാൽ സമത എന്ന് പറയും, മധ്യ എന്ന് പറയും, മിഡിൽ എന്ന് പറയും. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന പ്രസൻറ്റ് സ്വര സിസ്റ്റം ബേസ് ചെയ്ത് ഉദാത്തയിൽ വരുന്ന സ്വരങ്ങളാണ് ഋഷഭ് ആൻഡ് ദൈവ്, അനുദാത്തയിൽ വരുന്നതാണ് ഗാന്ധാർ ആൻഡ് നിഷാദ്, അതുപോലെ സ്വരിതയിൽ വരുന്നതാണ് ഷഡജ്, മദ്യം, പഞ്ചം. അടുത്ത ടോപ്പിക്കാണ് നാട്യശാസ്ത്ര ബൈ ഭരതമുനി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാട്യശാസ്ത്രത്തിൻ്റെ ഓതറായ ഭരതമുനിയുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 500 BCE ടു 200 CE. ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അതുപോലെ അദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ തിയററ്റിക്കൽ ആർട്ട് ഫോംസ് ആണ്. ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഫാദർ ഓഫ് ഇന്ത്യൻ തിയററ്റിക്കൽ ആർട്ട് ഫോംസ്, ആൻസർ എന്താണ്? ഭരതമുനിയാണ്. ഇനി അതിലെ ഇൻട്രഡക്ഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ നാട്യവേദ എന്ന ഒരു 5ാമത്തെ വേദം എന്ന കൺസെപ്റ്റിൽ നാട്യവേദ എന്നും ഇതറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം 4 വേദങ്ങളെ ഉള്ളൂ, പക്ഷേ 5ാമത്തെ വേദമായിട്ട് ഇതിനെ നമ്മൾ പറയാറുണ്ട്. ടൈറ്റിൽ ഭാഗത്തേക്ക് വരുമ്പോൾ നാട്യ ആൻഡ് ശാസ്ത്ര, 2 സാൻസ്ക്രിറ്റ് വേർഡാണ്. അതിൽ നിന്നാണ് നാട്യശാസ്ത്ര എന്ന വേർഡ് ഉണ്ടായത്. അതുപോലെ അതിൽ ടോട്ടൽ 36 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ 6000 വേഴ്സസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ഇൻ നാട്യശാസ്ത്ര 36 ആണ്. അതുപോലെ നാട്യശാസ്ത്രത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് രസ തിയറി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് രസ തിയറി. ലോർഡ് ബ്രഹ്മ രസ എന്ന കൺസെപ്റ്റ് 4th വേദമായ അഥർവ വേദത്തിൽ നിന്ന് എടുത്തതെന്ന് പറയപ്പെടുന്നു. നാട്യശാസ്ത്ര എന്ന് പറയുന്നത് ഡാൻസ്, ഡ്രാമ, മ്യൂസിക്, ഇത് 3ഉം കൂടിയതാണ് നാട്യശാസ്ത്ര. അടുത്തതായിട്ട് വരുന്നതാണ് രസ ആൻഡ് ഭാവ. രസ എന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 രസങ്ങളാണ് നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്തൊരു ഭാഗമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അതിൽ വരുന്നതാണ് തന്തുവാദ്യ, സുഷിരവാദ്യ, അവനത, ഘന. ഇതെല്ലാം ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഫസ്റ്റാണ് തന്തുവാദ്യം. അതിൽ 2 ടൈപ്പ് ഉണ്ട്. ശരിക്കും സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലക്ക് ചെയ്ത് വായിക്കുന്നതും ബോ ചെയ്ത് വായിക്കുന്നതും. അതിൽ തത എന്ന് പറയുന്നത് സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അത് സ്ട്രൈക്കിംഗ് ദ സ്ട്രിങ്സ് ആണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. തംപുര, സിത്താർ, അതുപോലെ സന്തൂർ, സരസ്വതി വീണ, ഇതെല്ലാം തതയിൽ പെടുന്നതാണ്. ഇനി വിധാത്ത വിദ്യ, ഇതെന്താണ്? ഇത് ബോ ചെയ്ത് വായിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, പ്ലക്ക് ചെയ്യാതെ ഇൻസ്ട്രുമെൻറ്റ്സ് ബോ ചെയ്ത് വായിക്കുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. വയലിൻ ബോ യൂസ് ചെയ്ത് വായിക്കുന്ന ഒന്നാണ്. അതുപോലെ മറ്റൊന്നാണ് ഇസ്രാജ്, ദിൽറുബ, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്. അടുത്തതാണ് സുഷിരവാദ്യാസ്. അതിനെ വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയാറുണ്ട്. അതുപോലെ എയറോഫോൺസ് എന്നും പറയാറുണ്ട്. സുഷിരവാദ്യത്തിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ശംഖ്, അതുപോലെ ഷേനായ്, ഫ്ലൂട്ട്, ഇതുപോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ സുഷിരവാദ്യമാണ്. അതുപോലെ ഹാർമോണിയം ഒരു വിൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അടുത്തതാണ് അവനതവാദ്യം. എന്താണ് അവനതവാദ്യം? പെർക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതുപോലെ മെംബ്രെയിൻ ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, കവർ ചെയ്തിട്ടുള്ള. നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. തബല മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അടുത്ത വരുന്ന എക്സാമ്പിളാണ് മൃദംഗം, പക്കവാജി, ഇതൊക്കെ അവനതവാദ്യാസാണ്. അടുത്തതാണ് ഘനവാദ്യാസ്. ഘനവാദ്യാസ് എന്ന് വെച്ചാൽ സോളിഡായിട്ടുള്ള മെറ്റൽ, അങ്ങനെയുള്ള മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിക്കുന്ന അതുപോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഘനവാദ്യാസ്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇലത്താളം, അതുപോലെ സിംബൽ, മറ്റൊന്നാണ് മഞ്ജീര. ഇതെല്ലാം ഘനവാദ്യാസിന് ഉദാഹരണങ്ങളാണ്. അടുത്തതാണ് ബൃഹദേശി ബൈ മദംഗമുനി. ബൃഹദേശി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇതിലും. ബൃഹദേശി എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. രാഗം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫസ്റ്റ് പ്രതിപാദിച്ചിരിക്കുന്നത് ബൃഹദേശിയിലാണ്. അതുപോലെ ബൃഹദേശിയിലാണ് മാർഗസംഗീതവും അതുപോലെ ദേശീയ സംഗീതവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ബൃഹദേശി നാട്യശാസ്ത്രം ബേസ് ചെയ്ത് എഴുതിയ വർക്കാണ്.
സോൾഫ അല്ലെങ്കിൽ സർഗം സിംഗിങ് നൊട്ടേഷൻസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബൃഹദേശിയിലാണ്. അതുപോലെ 3 ആർട്ട് ഫോംസ് ഗീത, വാദ്യ, നൃത്ത. 2 ടൈപ്സ് ഓഫ് ഗ്രാമാസ് ഇതിൽ പറയുന്നുണ്ട്, ഷഡ്ജഗ്രാമ, മധ്യമഗ്രാമ. ഇതിൽ നിന്നാണ് എലമെൻസായി ശ്രുതി, സ്വര, മൂർച്ഛന, താന, ജാതി, രാഗ എന്നിവ ഉണ്ടായിരിക്കുന്നത്. അക്കോർഡിംഗ് ടു മാതംഗമുനി 21 മൂർച്ഛന ഇവോൾവ് ആയിരിക്കുന്നത് 3 ഗ്രാമാസിൽ നിന്നാണ്. അത് ഷഡ്ജ, മധ്യമ, ഗാന്ധാര എന്നിവയാണ്. മൂർച്ഛന 2 ടൈപ്പ് ഉണ്ട്, ഹാവിങ് 7 സ്വരാസ് ആൻഡ് ഹാവിങ് 12 സ്വരാസ്. അതിൽ 7 സ്വരാസ് വരുന്നത് ഫസ്റ്റ് വൺ പൂർണ്ണ, അതിൽ 7 സ്വരം വരും. പിന്നെ ഷാഡവ 6 സ്വരം, ഔഡവ 5 സ്വരം, സാധാരണ 2 സ്വരം ഡിസ്പ്ലേസ് ആവും, അന്തര, ഗാന്ധാര ആൻഡ് കാകളി, നിഷാദ. മൂർച്ഛന വിത്ത് 12 സ്വരാസ്, ലോ, മീഡിയം, ഹൈ. അതുപോലെ ആരോഹണ ആൻഡ് അവരോഹണ പാറ്റേൺ ആണ് മൂർച്ഛനയെ ഫോം ചെയ്യുന്നത്. ദേശീയ രാഗത്തിൻ്റെ ബേസിൽ രാഗത്തെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, രാഗാംഗ, ഭാഷാംഗ, ക്രിയാംഗ ആൻഡ് ഉപാംഗ. അതുപോലെ ഡെഫിനിഷൻ ഓഫ് രാഗ ഫസ്റ്റ് ബ്രോഡ് ബൈ മതംഗമുനി ബൃഹദേശിയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. രാഗ എന്ന ടൈം ഫസ്റ്റ് യൂസ് ചെയ്തത് മതംഗമുനിയാണ് ഇൻ ഹിസ് ബൃഹദേശി. അടുത്ത ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് സംഗീത രത്നാകര ബൈ സാരംഗദേവ. നിശങ്കൻ എന്ന ടൈറ്റിലും സാരംഗദേവ അറിയപ്പെടുന്നുണ്ട്. സംഗീത രത്നാകര എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഓഷ്യൻ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് എന്നാണ് അതിൻ്റെ മീനിങ്. അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് സാരംഗദേവയാണ് 13th സെഞ്ച്വറിയിൽ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ. കർണാട്ടിക് മ്യൂസിക്കും ഹിന്ദുസ്ഥാനി മ്യൂസിക് ട്രഡീഷൻസും അതിൽ പറയുന്നുണ്ട്. സാരംഗദേവ വാസ് എ പാർട്ട് ഓഫ് കോർട്ട് ഓഫ് കിങ് സിംഹാസന ഓഫ് യാദവ് ഡൈനാസ്റ്റി. അതുപോലെ അദ്ദേഹം ബ്രാഹ്മിൺ ഫാമിലിയിലാണ് ജനിച്ചത്. അതുപോലെ സാരംഗദേവയാണ് ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ പീരീഡ്സിലുള്ള ഐഡിയാസൊക്കെ എക്സ്പാൻഡ് ചെയ്തത്. സംഗീത രത്നാകരയിലെ 7 ചാപ്റ്റേഴ്സാണുള്ളത്. ആദ്യത്തെ 6 ചാപ്റ്റേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മ്യൂസിക്കും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. 7th ചാപ്റ്റർ നർത്തധ്യായമാണ്, ഡാൻസിനെ കുറിച്ചാണ്. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 ബുക്കാണ് സംഗീത സുധാകരയും കലാനിധിയും, കള്ളിനാഥയുടെയും സിംഹഭൂപാലയുടെയും. അതുപോലെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നിശങ്ക എന്ന ടൈറ്റിലാണ് സാരംഗദേവ അറിയപ്പെടുന്നത്. അടുത്ത വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് രാമമാത്യയുടെ സ്വരമേള കലാനിധി. രാമമാത്യ ഒരു കോഡ് മ്യൂസീഷ്യനാണ്, വിജയനഗർ കിങ് സദാശിവ റായ. സ്വരമേള കലാനിധിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് വെങ്കാൻഡ്രി, ദ ബ്രദർ ഓഫ് രാമരാജ, ദ മിനിസ്റ്റർ ഓഫ് കിങ് സദാശിവ റായ. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം രാമമാത്യയോട് മ്യൂസിക്കിൽ എന്തെങ്കിലും ഒരു ബുക്ക് എഴുതാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് സ്വരമേള കലാനിധിയുടെ ഒറിജിൻ. ഇതിൽ ടോട്ടൽ 5 ചാപ്റ്റേഴ്സാണുള്ളത്. ഉപോദ്ഗത, സ്വരപ്രകാരണ, വീണപ്രകാരണ, മേളപ്രകാരണ ആൻഡ് രാഗപ്രകാരണ. ടോട്ടൽ 328 കപ്ലറ്റ്സ് ആണ് ഉള്ളത്. സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലാണ് ടെക്സ്റ്റ്. സ്വരമേള കലാനിധിയിലും മാർഗാന്തേശയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ പ്രാക്ടീസ് ഓഫ് മ്യൂസിക് തിയറി, അതിനെ ലക്ഷ്യപ്രധാനം കാലുഗീതശാസ്ത്രം എന്നാണ് രാമമാത്യ പറയുന്നത്. അതുപോലെ വീണയുടെ ട്യൂണിങ് അനുസരിച്ച് വേരിയസ് ടൈപ്സ് ഓഫ് വീണാസ് പ്രതിപാദിക്കുന്നുണ്ട്. 2 ടൈപ്സ് ഓഫ് വീണയാണ് മെയിനായിട്ട് പ്രതിപാദിക്കുന്നത്, സർവ്വരാഗമേള വീണയും ഏകരാഗമേള വീണയും. സർവ്വരാഗമേളത്തിലെ എല്ലാ രാഗാസും വായിക്കാം, ഏകരാഗമേളത്തിൽ ഒരു രാഗം മാത്രമേ വായിക്കാൻ സാധിക്കൂ. ഈ മെയിൻ 2 ടൈപ്പിനെ വീണ്ടും 3ആയിട്ട് തിരിക്കുന്നുണ്ട് അതിൻ്റെ സ്ട്രിങ്ങിൻ്റെ ട്യൂണിങ് അനുസരിച്ച്. ശുദ്ധമേള വീണ, മധ്യമേള വീണ, അച്യുതരായ മേളവീണ. വീണയുടെ ഫ്രെട്ടുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ടെക്നിക്ക് പ്രിൻസിപ്പിൾ ഓഫ് സംവാദി സ്വരാസ് ബേസ് ചെയ്താണ് രാമമാത്യ സെറ്റ് ചെയ്തത്. അത് ഏൻഷ്യൻ ടെസ്റ്റിലുള്ളതാണ്. അതുപോലെ സ്വയംഭൂ സ്വര എന്ന് വെച്ചാൽ സെൽഫ് ജനറേറ്റിംഗ് നോട്ട്. ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ്. സ്വരമേള കലാനിധിയിൽ 20 മേളാസ് രാമമാത്യ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് 5 ക്രൈറ്റീരിയ വെച്ചിട്ടാണ്: ഹംസ, ഗ്രഹ, ന്യാസ, ഷാഡവ, ഔഡവ. ചാപ്റ്റർ 5 രാമമാത്യ രാഗത്തെ 3ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്: ഉത്തമ, മധ്യമ, അധമ. അതുപോലെ രാമമാത്യ ട്രഡീഷണൽ ക്യാരക്ടറിസ്റ്റിക്സും ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് കരിക്കുലം ബൈ പുരന്ദരദാസറിൻ മായാമാളവ ഗൗള രാഗ. പുരന്ദരദാസർ കർണാടക സംഗീത പിതാമഹൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കമ്പോസിഷൻസ് കന്നഡയിലെ സംസ്കൃതിയിലുമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മുദ്ര പുരന്ദര വിടല എന്നാണ്. പുരന്ദരദാസറാണ് കർണാടിക് മ്യൂസിക്കിൻ്റെ മെത്തേഡ് ഓഫ് ടീച്ചിങ് സിസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അദ്ദേഹമാണ് മായാമാളവ ഗൗള രാഗം ബേസിക് സ്കെയിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും
ഒരു ഗ്രേഡഡ് ആയിട്ടുള്ള എക്സസൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ പുരന്ദര ഉപനിഷത്തെന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ശ്രീനിവാസ നായക എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അടുത്തായി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ചാപ്റ്റേഴ്സ് നോൺ ആസ് സപ്തധ്യായി ബിലോങ്സ് ടു ദ വർക്ക് ഏതാണ്? സംഗീത രത്നാകരയാണ് അതിന് ആൻസർ. ദ ലക്ഷണകാര നോൺ ആസ് നിസംഗ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഓപ്ഷൻ ഡി സാരംഗദേവ. ഓദരവ് സ്വരമേള കലാനിധി ഒരു സംശയം വേണ്ട, ഓപ്ഷൻ സി രാമമാത്യ. ദ ടേം രാഗ വാസ് ഫസ്റ്റ് ഡിഫൈൻഡ് ബൈ ആരാണ്? ഓപ്ഷൻ എ മദംഗ. ബൃഹദേശി എന്ന വർക്കിലാണ് മദംഗമുനി രാഗയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. ആൻ എക്സാമ്പിൾ ഫോർ ഘനവാദ്യ. അപ്പോൾ നമുക്കറിയാം നാട്യശാസ്ത്രം ബേസ് ചെയ്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഇലത്താളം. അടുത്തത് ഈ സുഷിരവാദ്യ, വീണ്ടും ഇൻസ്ട്രുമെൻറ്റ് സെക്ഷനിൽ നിന്നാണ്. സുഷിരവാദ്യ ഏതാണ്? ഓപ്ഷൻ ഡി ഫ്ലൂട്ട്. ഓദരവ് സംഗീതർപ്പൺ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പണ്ഡിറ്റ് ദാമോദർ ആണ്. നെക്സ്റ്റ് വൺ ഓദരവ് അഭിനവ് ഭാരതി. ഇതും ആപ്ലിക്കേഷൻ ലെവൽ ടൈപ്പ് തന്നെയാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി അഭിനവ് ഗുപ്തയാണ്.